അഷിതയുടെ ഒത്തുതീർപ്പുകൾ എന്നുള്ള കഥയുടെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സരള ഒരു പുതിയ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ നിർത്തുകയാണ് ഉണ്ടായത്. കുപ്പമ്മ എന്ന് പറഞ്ഞ ഒരു പുതിയ കഥാപാത്രത്തെ കുറിച്ചിട്ട്. അപ്പോൾ ആധുനികതയുടെ മുഖം കാണിക്കുന്ന മനുഷ്യർ, അവരുടെ പൊങ്ങച്ചങ്ങളും സംസാരങ്ങളും അതിനെക്കുറിച്ചൊക്കെ സരള ഒരു സൂചന തരുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം കുപ്പമ്മയെക്കുറിച്ച് പറയുകയാണ്. സാന്ദ്രമായ കറുപ്പിൻ്റെ വടിവൊത്ത തീക്ഷ്ണമായ സൗന്ദര്യമുള്ള കുപ്പമ്മ, കൂടെ കൂടെ ഉയരുന്ന, ജീവിതം പതയുന്ന, ഉന്നതങ്ങൾ പൊട്ടിച്ചിതറുന്ന വിലാസവശ്യമായ ചിരി, ദിവസവും സന്ധ്യയ്ക്ക് വാടിയ മുല്ലപ്പൂക്കൾ ചൂടി ചുവന്ന റിബൺ കെട്ടി മുറുക്കി ചുവപ്പിച്ച് കുപ്പിവളകൾ കിലുക്കി കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കും നിരകളായി നീണ്ട കുടിലുകൾക്കും ഇടയിൽ കുപ്പമ്മ കത്തിനിന്നു, ഉരുക്കുന്ന തീജ്വാലം. ഇപ്പോൾ കുപ്പമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതവും സൗന്ദര്യവും ഒക്കെയാണ് അവിടെ സരള പറയുന്നത്. കറുപ്പിൻ്റെ സൗന്ദര്യം നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയാണ്. ചുവന്ന റിബണൊക്കെ കെട്ടി മുല്ലപ്പൂക്കളൊക്കെ ചൂടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കുപ്പമ്മയെക്കുറിച്ച് ഓരോ പുതിയ വാർത്ത കേൾക്കുമ്പോഴും ആദ്യം കണ്ട സന്ദർഭമാണ് സരള ഓർത്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ കുപ്പമ്മയെ ആദ്യം കണ്ട ആ ഒരു അവസരം, അതിനെക്കുറിച്ച് സരള പറയുകയാണ്. കുപ്പമ്മയെക്കുറിച്ച് ഓരോ പുതിയ വാർത്ത കേൾക്കുമ്പോഴും ആദ്യം കണ്ട സന്ദർഭമാണ് സരളയ്ക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് അന്ന് പിൻവശത്തെ ഒരു ബഹളം കേട്ടിട്ടായിരുന്നു അവർ നോക്കിയത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ധൃതി പിടിച്ച സരള കിടപ്പുമുറിയുടെ ജനലിൽ എത്തി. മെലിഞ്ഞു വിളറിയ ഒരു സ്ത്രീ ഒക്കത്തെ ഒരു കുട്ടിയെയും എടുത്ത് കുപ്പമ്മയുടെ കുടിലിൻ്റെ വാതിൽക്കൽ നിന്ന് ഉറക്കെ ചീത്ത പറയുകയാണ്. പണിക്ക് പോകാനൊരുങ്ങി മന്ദഹസിച്ചുകൊണ്ട് കുപ്പമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു വലിയ വഴക്കുണ്ടാകുമെന്നാണ് സരള ആദ്യം കരുതിയത്. പക്ഷെ മാലിന്യലേശമില്ലാത്ത ഒരു ചിരി, എന്തിൻ്റെയൊക്കെയോ ആഴങ്ങളിൽ ഇറങ്ങി രസിക്കുന്ന ഒന്നായിരുന്നു അതെന്ന് പിന്നീട് സരളയ്ക്ക് തോന്നി. ആ ചിരി സമ്മാനിച്ച് ആ സ്ത്രീയുടെ ഒക്കത്തെയും കുട്ടിയുടെ തലയിലൊന്ന് കളിയായി തടവി കുപ്പമ്മ നടന്ന് നീങ്ങുകയാണ് ചെയ്തത്. ആ സ്ത്രീ ചീത്ത പറയുന്നത് നിർത്തി നിലവിളികൾക്കിടയിലൂടെ കുപ്പമ്മയെ പിന്നെ ഏറെ നേരം ശപിച്ചുകൊണ്ടിരുന്നു. സരള താമസിച്ചിരുന്ന കെട്ടിടത്തിൽ എല്ലാവരും കുപ്പമ്മയെ ഒരുപോലെ ഭയപ്പെട്ടു. സരളയ്ക്ക് അറപ്പും ആകർഷണവും കലർന്ന ഒരു മനോഭാവമായിരുന്നു കുപ്പമ്മയോട്. നാണയത്തുട്ടുകൾ കൈമാറുന്ന ലാഘവത്തോടെ അസഭ്യവാക്കുകൾ ചൊരിയുന്ന കുപ്പമ്മ, ധിക്കാരത്തോടെ ആരെയും തരിമ്പും കൂട്ടാക്കാതെ ജീവിക്കുന്ന കുപ്പമ്മ, എപ്പോഴും സരളയെ സ്വയം രണ്ടാമതൊന്ന് വിലയിരുത്താൻ പ്രേരിപ്പിച്ചു പോന്നു. അത്തരം വാക്കുകളുടെ ധൈര്യവും എക്കാലത്തും സരളയ്ക്ക് അപ്രാപ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന, കാണാൻ പാടില്ലാത്തത് കാണുന്ന ബാലിശമായ രസം കുപ്പമ്മയുടെ വർത്തമാനം ശ്രദ്ധിക്കുന്നതിലും പിൻവശത്തേക്കുള്ള ജനൽ തുറന്നിടുന്നതിലും സരള അനുഭവിച്ചു. കുപ്പമ്മയെ പേടിച്ചിട്ടാണ് പലപ്പോഴും പിൻവശത്തേക്കുള്ള ജനൽ തുറന്നിടണ്ടാകുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുപ്പമ്മ ആരെയും കൂസാത്ത വളരെ തൻ്റേടിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നും സരളയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അതിനുള്ള ഒരു സന്ദർഭമാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ ഒരു സ്ത്രീ വന്ന് എന്തൊക്കെയോ ചീത്ത പറയുമ്പോൾ കുപ്പമ്മ വളരെ മന്ദഹാസത്തോടു കൂടി അവരെ എതിരിടുന്ന ആ ഒരു രീതി. അപ്പോൾ ദിവസങ്ങൾ ചെല്ലുന്തോറും കുപ്പമ്മയ്ക്ക് ആ കെട്ടിടത്തിലെ ഉച്ചയൂണുകൾക്ക് ശേഷമുള്ള വേളകളിൽ ചർച്ചയിൽ പ്രാധാന്യമേറി വന്നു. മിസ്സിസ് നായരുമായിട്ടുണ്ടായ കുപ്പമ്മയുടെ വഴക്കിന് ശേഷം പ്രത്യേകിച്ചും. എന്തിനായിരുന്നു വഴക്കെന്ന് ആദ്യം പരസ്പരം ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. മിസ്സിസ് നായരുടെ അടച്ചിട്ട ജനലിൽ ഒരു ദിവസം സരള ജനലിൽ നോക്കി കുപ്പമ്മ ഉറക്കെ ശകാരവർഷം ചൊരിയുന്നതാണ് ഒരു ദിവസം സരള കണ്ടത്. മുകളിലെ ജനലുകളിൽ മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രണ്ടടി പുറകോട്ട് മാറി നിന്ന് പൈശാചികമായ രോഷത്തോടെ കുപ്പമ്മ വിളിച്ചു പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മഹാറാണിമാരുടെ കെട്ടിയവന്മാരാണ് സന്ധ്യ മയങ്ങിയാൽ എൻ്റെ അടുത്തേക്ക് എഴുന്നള്ളുന്നത്. ആർക്കും ഇത്ര പറയാനൊന്നുമില്ല. തുറന്ന ജനലുകൾ അതേ വേഗത്തിൽ വലിച്ചടയ്ക്കപ്പെട്ടു. ആരും അതിനെക്കുറിച്ച് ഒരക്ഷരവും സംസാരിക്കുകയുണ്ടായില്ല. അപ്പോൾ അതാണ് കുപ്പമ്മയുടെ സ്വഭാവം. കുപ്പമ്മയുടെ ജീവിതത്തെക്കുറിച്ചും ആ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവരുടെ ജീവിതം എന്ന് ഊഹിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടായിരിക്കണം സരള സന്ധ്യ കഴിഞ്ഞാൽ വാടിയ മുല്ലപ്പൂക്കൾ ചൂടിയും നടക്കുന്ന സ്ത്രീയാണ് കുപ്പമ്മ എന്ന് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോൻ വിനുവിനെ 20 വയസ്സ് തികയുന്നതേയുള്ളൂ. കുഞ്ഞാണ് അവൻ. ഇപ്പോഴും ഒന്നും അറിഞ്ഞുകൂടാ. ഇത്തരക്കാരികൾ അപ്പുറത്ത് താമസിച്ചാൽ പോരാത്തതിനെ
നീതാമത്തയുടെ മോളുണ്ടല്ലോ, എന്തിനും പോന്ന ഒരുത്തി, അവൾ വിനുവിനെ വലയിലാക്കാൻ നോക്കി നിൽക്കുകയാണ്. നീതാമത്തയ്ക്ക് പരാതി മറ്റൊന്ന് വെച്ചാൽ ഓരോരുത്തർ അവരവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് മിസ്സിസ് നായർ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായത്. പിന്നെ നീതാമത്ത വന്നപ്പോൾ വേറൊരു കാര്യമാണ് പറഞ്ഞത്. എൻ്റെ മോൾ പ്രായമായി വരികയാണ്, ഇത്തരക്കാരികളെ കണ്ട അവൾ വളർന്നാൽ ആ മിസ്സിസ് നായരുടെ മകനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പരാതി അങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ജീവിക്കുന്ന, മറ്റുള്ളവരെ നോക്കി പരിഹസിച്ച് പരാതി പറഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി നിൽക്കലാണ് പണി. സരളയുടെ ഭാഗ്യം ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അവരെ ആശ്വസിപ്പിക്കുകയും കൂടി ചെയ്തു. അതിന് മറുപടിയായിട്ട് സരള അഭിമാനത്തോടെ ഗർവോടെ മന്ദഹസിക്കുകയാണ് ചെയ്തത്. കാരണം ഭർത്താവിനെ മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ഭർത്താവ് അത്തരക്കാരനല്ല എന്നുള്ളൊരു സമാധാനമാണ് സരളയ്ക്ക് ഉണ്ടായിരുന്നത്. കുപ്പമ്മയെ ചൊല്ലി സരളയ്ക്ക് ഒരിക്കലും തലപോയിക്കേണ്ടി വരുന്നില്ല. സരളയുടെ തുറന്നു കിടക്കുന്ന ജനൽ സൗഹാർദ്ദത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കി. ഒരു ദിവസം താഴെ നിന്ന് മുടി വേർപെടുത്തുകയായിരുന്ന കുപ്പമ്മ എന്തോ വിളിച്ചു ചോദിക്കുകയും ഉണ്ടായി. കേട്ടില്ലെന്ന് നടിച്ച ധൃതിയിൽ ജനലരികിൽ നിന്ന് മാറി സരള അന്ന് സമർത്ഥമായി രക്ഷപ്പെട്ടു. മുകളിൽ നിന്ന് ശാന്തി മൽഹോത്ര കണ്ടിരിക്കുമോ എന്ന് സരള ഭയപ്പെടുകയുണ്ടായി. ഒരു ഒറ്റപ്പെടലിലേക്ക് അത് നയിക്കുമെന്ന് സരളയ്ക്ക് തീർച്ചയായിരുന്നു. പക്ഷെ പിന്നെ കണ്ടപ്പോൾ കുപ്പമ്മയുടെ കുടിലിൽ ചാരായം വാറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്ന് ബഹളമുണ്ടാക്കിയ കോൺസ്റ്റബിൾ രാത്രി വളരെ വൈകി മാത്രം തിരിച്ചു പോയതും സ്ഥലത്തെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനെ ഒരു രാത്രി അവിടെ കണ്ടതുമൊക്കെയാണ് ശാന്തി മൽഹോത്ര പറഞ്ഞത്. അപ്പോൾ കുപ്പമ്മയുടെ അല്ലെങ്കിൽ കുപ്പമ്മയുടെ അടുത്ത് വരുന്നവർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രം അല്ല, ഇങ്ങനെയുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് എന്നുള്ള ആ ഒരു തെളിവ് അതും കൂടി പറയുകയാണ്. സരളയുടെ കുടുംബജീവിതമാണെങ്കിൽ ജീവിതത്തിൻ്റെ പ്രധാന പാതയിലൂടെ മാത്രം സുഗമമായി നീങ്ങുന്ന ഒന്നായിരുന്നു. നല്ല അനുസരണയുള്ള, പഠിപ്പിലൊഴിച്ച് മറ്റൊന്നിൽ ശ്രദ്ധയില്ലാത്ത മകൻ, സരളയുടെ പ്രതീക്ഷകൾക്കൊത്ത വിധം ശാന്തനും സംസ്കാര സമ്പന്നനുമായ ഭർത്താവ്, സ്വരങ്ങളില്ലാത്തതുകൊണ്ടാണെങ്കിലും അപസ്വരങ്ങൾ പോലും ഉലയ്ക്കാത്ത ദിവസങ്ങൾ, ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് അസൂയ മിന്നുന്ന നീതാമത്തയുടെ പൂച്ചക്കണ്ണുകൾ നോക്കി ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് സരള സംതൃപ്തിയോടെ, പകയോടെ, ഗർവോടെ മന്ദഹസിച്ചത്. വെച്ചാൽ സരളയ്ക്ക് ഇതൊന്നും പേടിക്കണ്ടല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ. പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണ് വിളമ്പിയിട്ട് എത്ര നേരമായി വരൂ എന്ന് പറഞ്ഞ് കിടപ്പുമുറിയിലേക്ക് കാലെടുത്ത് വെച്ച സരള തരിച്ചു നിന്നുപോയി. ജനലിനരികിൽ പതുങ്ങി നിന്നുകൊണ്ട് ഒരു കൗമാരപ്രായക്കാരൻ്റെ ജിജ്ഞാസയോടെ സരളയുടെ ഭർത്താവ് ആരെയോ ഒളിഞ്ഞു നോക്കുകയായിരുന്നു. അപ്പോൾ വിവരണമായ മുഖത്തോടെ സന്ദേഹത്തോടെ ഭർത്താവ് അതിവേഗം മുറിവിട്ട് പുറത്തു പോയപ്പോൾ സരള പെട്ടെന്ന് നിശ്ചലമായി പോയ മനസ്സോടെ സാവധാനം ജനലിനരികിലേക്ക് നടന്നു. കുപ്പമ്മ പുറത്തെ പൈപ്പിനരികിൽ നിർലജ്ജം നിസ്സങ്കോചം കുളിക്കുകയാണ്. ഇപ്പോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എന്തോ ഒന്ന് സരളയിൽ പിടഞ്ഞുണർന്നു. പ്രാകൃതമായിട്ടുള്ള ഒരു വികാരം കയറുകൾ പൊട്ടിച്ചോടി മനസ്സിനെ ചവിട്ടുമേച്ചപ്പോൾ സരളയുടെ നാവിൻ തുമ്പിൽ പൊടിഞ്ഞമർന്നത് കുപ്പമ്മ ഉപയോഗിക്കാറുള്ള നാണയത്തുട്ടുകൾ പോലെ വില കുറഞ്ഞ പദങ്ങളായിരുന്നു. ദുസ്സഹമായ കോപത്തോടെ, നിസ്സഹായമായ വെറുപ്പോടെ സരള ജനൽപ്പാളികൾ ചേർത്തടച്ചു. ശബ്ദം കേട്ട് തലയുയർത്തിയ കുപ്പമ്മയുടെ നനഞ്ഞ മുഖത്ത് മൂക്കുത്തിയും അടിവസ്ത്രങ്ങളിൽ സൂര്യരശ്മിയും വെട്ടിത്തിളങ്ങി. ജനൽ ചില്ലുകൾക്കു പിന്നിലെ സരളയുടെ കോപാകുലമായ മുഖത്തു നോക്കി കൈത്തണ്ടു നെറ്റിയിൽ ചേർത്ത് വെച്ച് ഒന്ന് നീട്ടിത്തുപ്പി കുപ്പമ്മ ഉറക്കെ നിർത്താതെ ചിരിച്ചു. മുറുക്കി ചുവപ്പിച്ച ആ നിലയ്ക്കാത്ത ഉജ്ജ്വലമായ ചിരിയിൽ നിന്ന് കടും പരിഹാസത്തിൻ്റെ തുള്ളികൾ തെറിച്ചു വീണ് തൻ്റെ ജനൽ ചില്ലുകളിൽ നിരന്തരം കറകൾ വീണുകൊണ്ടിരിക്കുന്നുവെന്ന് സരളയ്ക്ക് തോന്നി. സരള അതുവരെ അഹങ്കരിച്ചിരുന്ന സ്വന്തം ഭർത്താവിലും കുപ്പമ്മയുടെ ആ ഒരു ആവേശം നിറഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് സരള കണ്ടത്. മറ്റുള്ളവർ പറയുമ്പോൾ ഇത് തന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരിലും അത് ബാധിക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആധുനീകർന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവം എടുത്തു കാണിക്കാനും കൂടി അവിടെ അക്ഷിതയ്ക്ക് കഴിഞ്ഞു എന്ന് പറയാം. അപ്പം അവിടെ ഒരിക്കലും മനുഷ്യൻ ആധുനികനാവണം.